എന്താ മക്കളെ പണി? എടാ ഉസ്താദ് എപ്പോഴും വരിക? അറിയില്ലേ? കുറച്ച് ഞാൻ വരും. ഈ കാക്കാനോട് വെച്ചു കേടാ. ഉസ്താദ് എപ്പോഴും വരിക? ഉസ്താദ് ഇപ്പൊ വരുവോ? ഓക്കെ. ഷമ്മാസെ ഉസ്താദ് എപ്പോഴും വരിക? എപ്പോഴും വരിക? കുറച്ച് കഴിഞ്ഞ് വരൂ. അന്റെ ഉസ്താദാ? അന്നെ പഠിപ്പിക്കണ ഉസ്താദാ അല്ലേ? എന്താ മോനെ ഇന്നെന്താ നിങ്ങളെ വീട്ടില്? ഇന്നെന്താ കറി ഇവിടെ? എന്താ? മൗലൂദ്. എന്നാ ഒരു വരി മൗലൂദ് ചെന്ന് പാടുവോ? അറിയില്ലേ? യാ നബി സലാം അലൈക്കും. എനിക്കറിയില്ലേ? നബിദിനത്തിന് ഒരു പാട്ടോട് ജെ പാടിക്ക. പാട്. ആ അത് ഓന്റെ പാട്ടാണ്. വെച്ച് പാടാൻ പറ്റൂലെന്ന്. എന്നാ വേറൊരു പാട്ട് എടുക്കാ നബിദിനത്തിന്റെ. നമ്മളെ ജിന്നും ജബല് ജിമാലും പടവ്. അത് ഒരു വരി പാട്. ഒരു വരി. ആ പറുദീസയിലുണ്ടൊരു മുല്ല പരിശോഭിതമാണ്. അപ്പൊ ഇപ്രാവശ്യം നബിദിനത്തിൽ നിൽക്കണില്ല. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്ന് തന്നെ നമ്മുടെ വീട്ടിലെ നബിദിനം ആക്കാൻ കാരണം മറ്റൊന്നുമല്ല കേട്ടോ. അതായത് ഇവരിന്ന് പോവാണ്. ഇവര് പോവാണ് കേട്ടോ. നബിദിനം കിട്ടിയിട്ടില്ല. അതായത് എന്താന്ന് വെച്ചാല് എല്ലാ പ്രാവശ്യവും ഇവര് ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് നബിദിനം കിട്ടാറുണ്ട്. ഇവര് നബിദിന ഇവന്റെ ബാപ്പ, അതായത് ഇവന്റെ ഉപ്പ ഷെഫീഖ് ഉസ്താദ്, അവന്റെ പേരെന്താ? പേര് ഷെഫീഖ് റഹ്മാൻ. അദ്ദേഹം എപ്പോഴും നബിദിനത്തിനെ കുറിച്ച് പാട്ടൊക്കെ ഇങ്ങനെ പാടണം, ജീപ്പിലൊക്കെ പാട്ട് പാടുന്ന ആളായതാണ് കേട്ടോ. ഇപ്രാവശ്യം നബിദിനം ഞങ്ങൾക്ക് സന്തോഷമാണ്. മുത്ത് ഹബീബിന്റെ ജന്മദിനം ആയതുകൊണ്ട് തന്നെ അതിലേറെ നമുക്ക് കുറച്ച് സങ്കടമുണ്ട്. കാരണം ഓന് പാട്ട് പാടണമെന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പൊ എന്തൊക്കെ തന്നെയാലും നമ്മളെ വീട്ടിലേക്ക് ഉസ്താദന്മാരെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദ് ഇപ്പൊ വരും കേട്ടോ. പള്ളിയിലത്തെ 2 ഉസ്താദന്മാരാണ് നമുക്ക് വരാനുള്ളത്. എവിടെ അന്റെ ഉപ്പച്ചി? എവിടെ? ഒന്ന് വിളിച്ച അപ്പച്ചിനാ. നിസ്കരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദന്മാർ ഇപ്പോൾ വരും. നമ്മൾ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഉസ്താദന്മാരെ. ഉസ്താദ് ഇപ്പോൾ വരും. എല്ലാ വർഷവും നമ്മുടെ ഈ ഒരു നബിദിനം എന്ന് വെച്ചാൽ ആദ്യം മുതലേ, അതായത് നമ്മുടെ ഇവിടുത്തെ വല്യമ്മക്കുള്ള കാലം മുതൽ തന്നെ ഉസ്താദന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. ഉസ്താദന്മാർക്ക് ചിലവും ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഫാമിലിയാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഉസ്താദുമാരെ എല്ലാം ഇങ്ങനത്തെ സ്പെഷ്യൽ ദിവസങ്ങൾ, അതായത് നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസങ്ങളിലൊക്കെ നമ്മൾ വിളിച്ചിട്ട് മൗലിദ് പാരായണൊക്കെ നടത്താറുണ്ട് കേട്ടോ. അത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ കുഞ്ഞോനെ വിളിച്ചു വെക്കാം. കുഞ്ഞോനെ വാ, ഇവിടെ വാ, ഇവിടെ വാ. ഇജ്ജ് പോവല്ലേ? ഏതായാലും 2 വരി ഒന്ന് മൂളിയാലോ? വേം വാ. ഒരു മദ്ഹ് സോങ്ങിന്റെ കുപ്പായ കിട്ടുവാ. എന്നാ വേം വാ. ഓനിപ്പോ വരാന്ന് പറഞ്ഞിട്ടാ. അപ്പൊ ഇവര് ഉസ്താദിനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതാ ഉമ്മ അവിടെ കിച്ചണില് ഇങ്ങനെ എന്തൊക്കെയാ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ പായൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് അല്ലേ? ഇവിടെ തലേണൊക്കെ വെക്കണ്ടേ? അപ്പൊ പായ നിലത്തിരുന്നിട്ടാണ് മൗലിദ് പാരായണം നടത്തുന്നത്. അതുപോലെ തന്നെ ഇതാ മറ്റേ ഇതുണ്ടല്ലോ സബീന, ഇങ്ങനത്തെ സബീന ഉണ്ടല്ലോ മൗലിദ് പാരായണത്തിന്റെ, ഇതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തലയണന്റെ മേലൊക്കെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇപ്പൊ വരും കേട്ടോ. നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഉസ്താദ്മാരെ.